സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ താൽക്കാലിക ഒഴിവുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നികത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. 30 ദിവസത്തിലധികം തസ്തികകളിൽ ഒഴിവ് വന്നാൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്താമെന്നാണ് ചട്ടം. എന്നാൽ ഉത്തരവിനെതിരെ മാനേജ്മെന്റുകൾക്ക് എതിർപ്പുണ്ട്. സമയബന്ധിതമായി നിയമനം നടത്താനാകുമോ എന്ന ആശങ്കയിലാണ് മാനേജ്മെന്റുകൾ. വിശദാംശങ്ങളുമായി സനീറ്റ ചേരുന്നുണ്ട്. സനീറ്റ, ഇതിലിപ്പോൾ മാനേജ്മെന്റിന്റെ ആശങ്ക എന്ന് പറയുന്നത് 30 ദിവസത്തിലധികം തസ്തികകളിൽ ഒഴിവ് വന്നാൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്താമെന്നതിലാണോ? തീർച്ചയായിട്ടും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ താൽക്കാലിക ഇത്തരത്തിൽ ദിവസവേതന ഒഴിവുകൾ ഇനി മുതൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നികത്തണം. ായിട്ടും ഇതിൽ വലിയ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ആശങ്ക തന്നെയാണ് മാനേജ്മെന്റ് ഉയർത്തിപ്പിടിക്കുന്നത്. വിവിധ മാനേജ്മെന്റുകൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിൽ പ്രധാനമായും അവർ നോക്കിക്കാണുന്നത് ഇത്തരത്തിൽ ഈ സ്കൂളുകളിലെ നിരവധി ഒഴിവുകൾ നിലവിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത് മുൻകാലങ്ങളിൽ ന്യൂസ് മലയാളം തന്നെ വാർത്തകളിലൊക്കെ അല്ലെങ്കിൽ വിവിധ മാധ്യമങ്ങൾ ഈ വാർത്തകൾ ഉയർത്തിപ്പിടിച്ചതാണ്. ഇത്തരത്തിൽ ഓണപരീക്ഷ ഉൾപ്പെടെ അടുക്കുന്ന സാഹചര്യത്തിൽ വിവിധ സ്കൂളുകളിൽ നിരവധി ഒഴിവുകളുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇത്തരത്തിൽ നിയമനം നടത്തണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് തീർച്ചും ആശങ്ക നിറയ്ക്കുന്നതാണ്. കാരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇത്തരത്തിൽ ഒരു നിയമനം നടത്തുമ്പോൾ അത് വലിയ കാലതാമസം നേരിടേണ്ട ഒന്നാണ്. അത്തരം ഒരു കാലതാമസം നേരിടുമ്പോൾ കുട്ടികളെയും അധ്യാപകരെയും അത് പഠന രീതിയെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. ഈ ആശങ്ക തന്നെയാണ് ഇപ്പോൾ നിലവിൽ വിവിധ മാനേജ്മെന്റുകൾ ഉയർത്തിപ്പിടിക്കുന്നത്. എന്തായാലും പുതിയ ഉത്തരവിനെതിരെ മാനേജ്മെന്റ് എതിർപ്പുകൾ അറിയിക്കുന്നുണ്ട്. നിഷ. ശരി, നന്ദി സനീറ്റ വിവരങ്ങൾക്ക്.